മധുരസ്വരം ശ്രുതിയിൽ അലിയുമ്പോൾ, മധുരസ്വരം ശ്രുതിയിൽ അലിയുമ്പോൾ, അമ്മ തൻ കാരുണ്യം നിറയും മണ്ണിൽ വാക്കുകൾ പൂക്കളായി വിടരുമ്പോൾ, കാലം നിശ്ചലമാകും നിമിഷം, കാലം നിശ്ചലമാകും നിമിഷം. സുബലക്ഷ്മി തന്നാദം അമൃതമായി, സുബലക്ഷ്മി തന്നാദം അമൃതമായി, കരഹര പ്രിയയിൽ ഒഴുകിടുമ്പോൾ, വിശ്വം തേടും ശാന്തി ഈശ്വരത്തിൽ, വിശ്വം തേടും ശാന്തി ഈശ്വരത്തിൽ, വിശ്വം തേടും ശാന്തി ഈശ്വരത്തിൽ. ആനന്ദ ഭൈരവി രാഗമാധുരി, രാഗമാധുരി, അമ്മ തൻ സ്വരമാധുരി, അമ്മ തൻ സ്വരമാധുരി. കനിവിന്റെ സംഗീതം. തമിഴ്നാട്ടിലെ മധുരയിൽ വർഷങ്ങൾക്ക് മുമ്പ് സുബ്ബു എന്നു പേരുള്ള ഒരു കൊച്ചു മിടുക്കിയുണ്ടായിരുന്നു. മിടുക്കിയായിട്ടെന്ത് കാര്യം? കുഞ്ഞായിരുന്ന കാലത്ത് അവളുടെ വീട്ടിൽ മിക്കവാറും പട്ടിണി തന്നെയായിരുന്നു. ഒരു ദിവസമെങ്കിലും വയറു നിറയെ ഉണ്ണാനുള്ള ഭാഗ്യം ആ കുഞ്ഞിന് അന്നുണ്ടായിരുന്നില്ല. മല്ലിയിലയും പാലും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന ഒരു തരം പാനീയമായിരുന്നു സുബ്ബുവിൻ്റെ വീട്ടിലെ പ്രഭാത ഭക്ഷണം. അയൽപ്പക്കത്തെ കുട്ടികൾ മധുരപലഹാരങ്ങൾ തിന്നുമ്പോൾ പാവം സുബ്ബു കൊതിയോടെ നോക്കി നിന്നു വെള്ളമിറക്കും. ഒരിക്കൽ സുബ്ബുവിൻ്റെ വീട്ടിൽ ഒരു പ്രത്യേക പലഹാരമുണ്ടാക്കി. ഉപ്പും മുളകും പുളിയും അരിപ്പൊടിയും ചേർത്തുണ്ടാക്കിയ ആ പലഹാരം ഒരു ഈർക്കിളിയിൽ കുത്തി നുണഞ്ഞുകൊണ്ടാണ് അവൾ അയൽപ്പക്കത്തേക്ക് ഓടിച്ചെന്നത്. ഹായ്, സുബ്ബുവിൻ്റെ കയ്യിൽ കോലുമിഠായി, കോലുമിഠായി! ഒരു കൊതിയൻ കുട്ടി ഉച്ചത്തിൽ മുറവിളി കൂട്ടി. സുബ്ബുവിൻ്റെ പുതിയ പലഹാരം കണ്ട് അവളുടെ മട്ടിച്ചങ്ങാതിമാർ അന്തം വിട്ടു നിന്നു. ഇത് ഞാനൊന്നു തിന്നു നോക്കട്ടെ. കൊതിയൻ കുട്ടി അവളുടെ കയ്യിൽ നിന്ന് പുതിയ പലഹാരം തട്ടിപ്പറിച്ചെടുത്ത് കടിച്ചു. കഷ്ടമേ കഷ്ടം, അതൊരു പുളിയൻ പലഹാരമായിരുന്നു. ഛേ, ഈ പുളിയൻ സാധനം എനിക്ക് വേണ്ട. അവനത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇത് കണ്ട് സുബ്ബു സങ്കടം സഹിക്കാനാവാതെ വീട്ടിലേക്കോടി. വീട്ടിലെത്തിയ ഉടനെ അവൾ അമ്മയുടെ മണിവീണ കയ്യിലെടുത്തു. പിന്നെ സങ്കടം മാറുവോളം അത് ഉച്ചത്തിൽ മീട്ടിക്കൊണ്ട്. ഏതൊരു സങ്കടാവസ്ഥയിലും അവളെ ആശ്വസിപ്പിച്ചത് അമ്മയുടെ മണിവീണയും സംഗീതവുമായിരുന്നു. സങ്കടങ്ങളെ സംഗീത സബരി കൊണ്ട് മായ്ച്ചു കളഞ്ഞ ഈ കൊച്ചു പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവളാണ് പിൽക്കാലത്ത് കർണാടക സംഗീത ലോകത്തിലെ ചക്രവർത്തിനിയായിത്തീർന്ന MS സുബ്ബലക്ഷ്മി. കർണാടക സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമതികൾ വാരിക്കൂട്ടിയ അനശ്വര ഗായികയാണ് സുബ്ബലക്ഷ്മി. ആനന്ദ ഭൈരവി രാഗമാധുരി, രാഗമാധുരി, അമ്മ തൻ സ്വരമാധുരി,
58 വർഷത്തെ ജീവിതത്തിനിടയിൽ ഭാരതത്തിന്റെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഭാരതരത്നം അടക്കം 33 ശ്രേഷ്ഠ ബഹുമതികൾ അവരെ തേടിയെത്തി. കുരുന്നുപ്രായത്തിൽ തന്നെ സുബ്ബലക്ഷ്മി അരങ്ങുകളിൽ പാടാൻ തുടങ്ങിയിരുന്നു. ഒരിക്കൽ മധുരയിലെ സഭാപതി സ്കൂളിനു മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ഒരു പാട്ടുകച്ചേരി നടക്കുകയായിരുന്നു. കണ്ടാൽ കണ്ണിൽ പിടിക്കാത്ത ഒരു പാവം അമ്മയാണ് അവിടെ പാടിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് ആ അമ്മയുടെ മകൾ സ്കൂളിന്റെ പിന്നിലിരുന്ന് മൺവീടുണ്ടാക്കി കളിക്കുകയായിരുന്നു. കളിക്കിടയിലും അമ്മയുടെ പാട്ട് ശ്രദ്ധിക്കാൻ അവൾ മറന്നില്ല. അതുവഴി വന്ന അവളുടെ അമ്മാവൻ ഈ കളിരംഗം കണ്ടു. അദ്ദേഹം അവളെ പൊക്കിയെടുത്ത് വേദിയിലേക്ക് കൊണ്ടുപോയി. അമ്മ അവളെ എടുത്ത് തന്റെ മടിയിലിരുത്തി. മോളൊരു പാട്ടുപാട്, അമ്മ അല്പം വിശ്രമിക്കട്ടെ. വേദിയിലിരുന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അത് കേട്ടപാടെ ആ കൊച്ചുകുട്ടി സരസമായി പാടാൻ തുടങ്ങി. ഒന്നിനു പകരം 2 പാട്ടുപാടി അവൾ ജനങ്ങളെ മുഴുവൻ ആഹ്ലാദിപ്പിച്ചു. പാട്ട് കഴിഞ്ഞ ഉടനെ അവൾ കളിവീട്ടുണ്ടാക്കാൻ സ്കൂളിന്റെ പിന്നിലേക്ക് തന്നെ ഓടിപ്പോയി. ആ കൊച്ചു പാട്ടുകാരി മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ സുബ്ബു തന്നെയായിരുന്നു. സുബ്ബുവിന് കുട്ടിക്കാലം മുതൽ കുഞ്ചമ്മ എന്ന മറ്റൊരു പേരുകൂടിയുണ്ടായിരുന്നു. പട്ടിണിയും കഷ്ടപ്പാടുകളും നിറഞ്ഞതാണെങ്കിലും കുഞ്ചമ്മയുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമെല്ലാം വലിയ കലാപാരമ്പര്യമുള്ളവരായിരുന്നു. പാട്ടും നൃത്തവും അവരുടെ കൂടെപ്പിറപ്പുകളായിരുന്നു. അമ്മ ഷൺമുഖവടിവ് വളരെ പേരുകേട്ട ഒരു വീണ വായനക്കാരിയായിരുന്നു. എന്നും കനിവിന്റെ സംഗീതമായിരുന്നു അവരുടെ അന്തരാത്മാവിൽ നിന്നും പ്രവഹിച്ചിരുന്നത്. സുബ്ബലക്ഷ്മിയെ വളർത്തിയതും പാട്ടു പഠിപ്പിച്ചതുമെല്ലാം അമ്മ തന്നെയായിരുന്നു. ക്ലേശങ്ങൾ നിറഞ്ഞ ജീവിതസാഗരം നീന്തിക്കടക്കാൻ സുബ്ബു നന്നായി തന്നെ പരിശ്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഐശ്വര്യം കളിയാടുന്ന ഒരു മരതക ദ്വീപിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. കുട്ടിക്കാലത്തെ പുളിയുള്ള കോലുമിഠായിയെ കാലാന്തരത്തിൽ മധുരമുള്ള പാലുമിഠായിയാക്കി തീർക്കാൻ അവർക്ക് കഴിഞ്ഞു. സ്വരമാലികയിൽ ലയിച്ച് സ്വരമാലികയിൽ ലയിച്ച് വിതചു തതചു വിതപു തത കതപു കതപു തശിതമദത സകതപത മഗ ഗണിച്ച